ഹു ഈസ് അഫ്രൈഡ് ഓഫ് വെള്ളാപ്പള്ളി നടേശൻ? വെള്ളാപ്പള്ളി നടേശന് കോൺഗ്രസിൽ ആർക്കാണ് ഭയം? ഇപ്പോൾ വി ഡി സതീശനെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഓടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മടയിൽ ചെന്നാണ് ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത്. പറവൂരിൽ ചെന്ന് അവിടെ ഒരു യോഗത്തെ സംബോധന ചെയ്യുമ്പോൾ വെള്ളാപ്പള്ളി വി ഡി സതീശനെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. 100 സീറ്റ് നേടുമെന്നല്ലേ പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന ഈ അഹങ്കാരി, അഹങ്കാരത്തിന് കൈയും കാലും വെച്ചാൽ എന്താ? അത് വി ഡി സതീശനാണ്. പറവൂരിൽ തോറ്റ കാര്യം മറക്കണ്ട വി ഡി സതീശ എന്നെല്ലാം ആക്രോശിച്ച് പറയുന്നുണ്ട്. 100 സീറ്റ് വേണ്ട, പോട്ടെ, 2 സീറ്റ് കുറച്ചിരിക്കുന്നു. 98 സീറ്റെങ്കിലും വാങ്ങിക്കാണിക്കാമോ? എങ്കിൽ ഞാൻ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാം എന്നാണ് നമ്മുടെ ഈ സമുദായത്തിൻ്റെ SNDPയുടെ സമുദായ നേതാവ് മുതലാളി പറയുന്നത് അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് കോൺഗ്രസ്സുകാരിൽ ആരും ഒന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു കുറേ കോൺഗ്രസ്സുകാർ ഇരുന്ന് ചിരിക്കുന്നുണ്ടാകും. ഇനിയും പറയട്ടെ, വി ഡി സതീശൻ അങ്ങനെ കുറേ കേൾക്കട്ടെ എന്നും പറഞ്ഞ്. അങ്ങനെയാണല്ലോ കോൺഗ്രസ്സുകാർ. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇത് ഒരു സമുദായ നേതാവല്ലേ പറയുന്നത്, ഒരു സമുദായത്തിൻ്റെ മുതലാളിയാണ്. ഈഴവ വിഭാഗത്തിൻ്റെ മുഴുവൻ അധിപനായിട്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് എന്തും പറയാം ആരെക്കുറിച്ചും. പ്രത്യേകിച്ച് ഒരു വ്യക്തിയല്ല, ഇതൊരു സമുദായത്തിൻ്റെ പ്രാതിനിധ്യത്തോടു കൂടിയ ആളാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് ഇപ്പം മുസ്ലിം ലീഗിനെ പറയാം, കോൺഗ്രസിനെ പറയാം, CPM പറയാം എന്ന് വിചാരിച്ചൊന്നും അവിടെ വെള്ളാപ്പള്ളിക്ക് മുസ്ലിം ലീഗിലുള്ള ഏതെങ്കിലും കുഞ്ഞാലിക്കുട്ടിയോടോ സാദിഖ് അലി തങ്ങളോടോ ഒന്നും വ്യക്തിപരമായി യാതൊരു അകൽച്ചയോ വെറുപ്പോ ഒന്നുമില്ല. ഇവിടെ ഇപ്പം ഈ വെള്ളാപ്പള്ളി നടേശൻ സതീശനെതിരെ പറയുന്നത് ഇത് കോൺഗ്രസ്സിനെ മൊത്തത്തിൽ പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ ഇവിടെ വി ഡി സതീശനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. വേപ്പട്ടിയെ ഓടിച്ചിട്ട് തല്ലുന്ന മാതിരിയുള്ള രീതിയിലാണ് വെള്ളാപ്പള്ളി ഇപ്പം പറവൂരിൽ വരെ ചെന്ന് നിന്നങ്ങ് കയർത്ത് കയറിയിരിക്കുകയാണ്. പിന്നെ വെള്ളാപ്പള്ളി ആയതുകൊണ്ട് നമ്മൾ ഓർക്കണം, അദ്ദേഹം എല്ലാവരും വിമർശിക്കും. ഇപ്പം മലപ്പുറത്തുകാരെ പറ്റി പറയുന്നു, മുസ്ലിം ലീഗിനെ പറ്റി പറയുന്നു, ഉമ്മൻചാണ്ടിക്കെതിരെ പറ്റി പറഞ്ഞിട്ടില്ലേ? ഈഴവ സമുദായത്തെ പഞ്ചാര കാണിച്ച് വഞ്ചിച്ചവൻ എന്നാണല്ലോ ഉമ്മൻചാണ്ടിയെ പറ്റി പറഞ്ഞത്. അങ്ങനെ ആരെക്കുറിച്ചെല്ലാം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ എന്തുകൊണ്ടാണിത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈഴവർക്ക് പ്രാതിനിധ്യം കിട്ടേണ്ട സമയത്ത് കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് വെള്ളാപ്പള്ളി എടുത്തു പറയുന്നത്. ഇപ്പോൾ ഈഴവർ കോൺഗ്രസിൽ നിന്ന് അകന്നു പോകുന്നു. എന്തുകൊണ്ടാണ് അകന്നു പോകുന്നത്? കോൺഗ്രസിൽ എത്ര ഈഴവ MLA-മാരുണ്ട്? ഒരേ ഒരാൾ മാത്രം, ആ തൃപ്പൂണിത്തുറ MLA ആയ K. ബാബു മാത്രം. അത് ഈഴവർക്ക് ഇപ്പോൾ MLA സ്ഥാനമോ അവർക്ക് സീറ്റ് കൊടുക്കുകയോ ചെയ്യേണ്ടത് മുസ്ലിം ലീഗ് അല്ലല്ലോ, കേരള കോൺഗ്രസ് കൊടുക്കുമോ? ഇല്ല. പിന്നെ ആരാണ്, ഏത് ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്? കോൺഗ്രസിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. അത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഈ മുതലാളി പറയുന്നത്. അപ്പോൾ ഈഴവ വിഭാഗം മുഴുവൻ ഈ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾക്ക് പിന്നിൽ ഉറച്ചു നിൽക്കും എന്നുള്ളതാണ് തെളിയുന്നത്. കാരണം ഈഴവർക്ക് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുന്നില്ല. വെള്ളാപ്പള്ളി സുകുമാരൻ നായർക്കെതിരെ പറഞ്ഞിട്ടില്ലേ? NSSനെതിരെ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കോൺഗ്രസിൻ്റെ നേരെയാണ്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന അദ്ദേഹം 100 സീറ്റ് നേടി മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ച് നടക്കുകയാണ്. അപ്പോൾ എന്തായാലും വി ഡി സതീശനോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോ 100 സീറ്റ് നേടിയില്ല എങ്കിൽ വെള്ളാപ്പള്ളി SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്ന ഏതായാലും നമുക്ക് നേടുന്നുണ്ടെങ്കിൽ, വി ഡി സതീശൻ നേടുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം സ്ഥാനം രാജിവെക്കുന്നത് നമുക്ക് കാണാമെന്നുള്ളതാണ്. ഈ വെള്ളാപ്പള്ളി എന്തായാലും ഈ പറയുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അദ്ദേഹത്തിൻ്റെ ഈ പറച്ചിലും ആംഗ്യ വിക്ഷേപങ്ങളും ഒക്കെ തന്നെ
അതൊരു രസകരമായ രീതിയിൽ തന്നെയാണ്. അതാണ് കോൺഗ്രസ്സിലെ പലരും ഇത് കണ്ട് ആസ്വദിക്കുകയും പിന്നെ വി ഡി സതീശന് അത് അല്പം കിട്ടട്ടെ എന്ന് എതിർ ഗ്രൂപ്പുകാർ കാണുകയും ചെയ്യുന്നത് അത്തരത്തിലാണ്. അപ്പോൾ എന്തായാലും ഈ ഈഴവർക്ക് അർഹമായ പ്രാതിനിധ്യം വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ വാക്കുകൾ ഉണ്ടാകുമ്പോൾ കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതായത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജന സമയത്ത് എത്ര സീറ്റ് കൊടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ നോക്കണം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിനോ കേരള കോൺഗ്രസിനോ ഒന്നും ഈഴവർക്ക് സീറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. ഈഴവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് തന്നെ കൊടുക്കണം, അവർക്ക് ക്രൈസ്തവർക്ക് കൊടുക്കണം, അതുപോലെ തന്നെ നായന്മാർക്ക് സീറ്റ് കൊടുക്കണം. അങ്ങനെ നീണ്ടു പോവുകയാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവർക്ക് കൂടുതൽ സീറ്റ് കൊടുക്കും. കാരണം സണ്ണി ജോസഫ് ആ അമരത്ത് വന്നിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ക്രൈസ്തവർ അകന്നുപോയ ക്രൈസ്തവരെ തിരിച്ചു പിടിക്കണം. ഈഴവ വിഭാഗവും അകന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കോൺഗ്രസ്സുകാരോടൊപ്പം തന്നെയാണല്ലോ എപ്പോഴും കുറേയധികം ഈഴവരിൽ കുറേ നല്ല പങ്കുണ്ടായിരുന്നു. അത് CPM-ലും ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ചോർച്ച സംഭവിച്ചത് നമ്മൾ കണ്ടതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലൊക്കെ. അത് BJP-യിലേക്കാണ് അത് പോയതെന്നുള്ളത് അവർ മനസ്സിലാക്കണം. അപ്പോൾ എന്തായാലും ഈ കോൺഗ്രസ്സിലെ ചില നേതാക്കന്മാർ ഇതിന് മറുപടി നൽകാത്തതിൻ്റെ കാരണം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, ഏത് തെരഞ്ഞെടുപ്പായാലും, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായാലും നിയമസഭയായാലും ലോക്സഭയായാലും, അവിടെ ഈ സമുദായത്തിൻ്റെ പിന്തുണ ഉണ്ടാകണം. വെള്ളാപ്പള്ളിയെ ആരെങ്കിലും എതിർക്കുമോ? സതീശനെ ഏത് തരത്തിൽ പിന്നെ വെള്ളാപ്പള്ളി ഇനിയും കവളം മടലുമായിട്ട് അടിക്കാൻ ചെന്നാൽ പോലും കോൺഗ്രസ്സുകാർ കണ്ടു നിൽക്കത്തേ ഉള്ളൂ. കാരണം വെള്ളാപ്പള്ളിയെ തടയത്തില്ല. വെള്ളാപ്പള്ളി അത്രത്തോളം ശക്തനാണ് സമുദായത്തിൻ്റെ പിൻബലത്തോടുകൂടി. അപ്പോൾ അതെല്ലാം വോട്ടായിട്ട് വരേണ്ടത് തന്നെയാണ്. അപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ പിൻബലം കിട്ടേണ്ടിടത്ത് അത് പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് വെള്ളാപ്പള്ളിയെ എതിർക്കാതിരിക്കുന്നത്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി ഉയരുന്നുണ്ട്, എന്തുകൊണ്ട് വെള്ളാപ്പള്ളിയെ കോൺഗ്രസ്സുകാർ എതിർക്കുന്നില്ല? അതിനുള്ള തൻ്റെ ഇടമൊന്നും ഏതായാലും കാണിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കണം, ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അവിടെ കോൺഗ്രസ്സുകാർ എത്രത്തോളം ഈഴവർക്ക് പ്രാതിനിധ്യം കൊടുക്കുമെന്ന് നോക്കിക്കോ. ഇനി അതുകൂടി കഴിയുമ്പോൾ അറിയാം വെള്ളാപ്പള്ളി എത്രത്തോളം ക്ഷുഭിതനാകും എന്നുള്ളത്. കാരണം അവിടെ സീറ്റ് വിഭജനത്തിൽ പോലും ഈ ഈഴവ സമുദായത്തെ അകറ്റി നിർത്തുമെന്നുള്ളതാണ്. അത് പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരുകയും ചെയ്യും. ഈ പറവൂരിലെ വി ഡി സതീശൻ തോറ്റ കാര്യം വെള്ളാപ്പള്ളി ആവർത്തിച്ചു പറയുകയുണ്ടായി. അത് അടിവരയിടേണ്ട കാര്യമാണ്, സൂക്ഷിക്കണം. കാരണം അത് എത്രത്തോളം SNDP നിർണായകമാണ് എന്ന് കാണിച്ചു തരാൻ പോവുകയാണ് വെള്ളാപ്പള്ളി. അതിന് എന്തായാലും ഒരു കോൺഗ്രസ്സിന് തിരിച്ചടി കിട്ടും. വി ഡി സതീശൻ്റെ സ്വപ്നമൊക്കെ വെറുതെ ഇരിക്കത്തേ ഉള്ളൂ. 100 സീറ്റ് പോയിട്ട് 98 വാങ്ങിക്കാൻ പറ്റുമോ എന്ന് വെള്ളാപ്പള്ളി വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും കോൺഗ്രസ്സുകാർ കരുതിയിരുന്നാൽ കൊള്ളാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.